ഉഫ്, തലവേദനിച്ചിട്ട് വയ്യ. നിങ്ങൾ എങ്ങനെയാണോ? എപ്പോഴും തലവേദന വരുന്ന ആളാണോ നിങ്ങൾ? എന്റെ ഒപ്പിടിൽ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ഡോക്ടർ എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ. എന്താണ് മൈഗ്രെയിൻ? മൈഗ്രെയിൻ വന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? വെൽക്കം ടു ENT 911. ഞാൻ നിങ്ങളുടെ സ്വന്തം ENT ഡോക്ടർ. മൈഗ്രെയിന് പല തിയറീസ് ഉണ്ട്. അതിൽ ഏറ്റവും ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറിയാണ് നമ്മുടെ ഈ ബ്രെയിനിന്റെ ചുറ്റുമുള്ള രക്തക്കൊഴലുകൾ ഇങ്ങനെ വികസിക്കുക എന്നുള്ളത്. ബേസിക്കലി നമ്മുടെ ബ്രെയിൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ഈ സമയത്ത്. മൈഗ്രെയിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയസ് ആണ് മൈഗ്രെയിൻ. ഒന്നാമത്തെ കാര്യം, നമ്മൾ യൂഷ്വലി മൈഗ്രെയിൻസ് യൂണിലാറ്ററലായിരിക്കും, ഒരു സൈഡിലായിരിക്കും വരിക. പക്ഷെ ബാക്കിലും സൈഡിലും ഒക്കെ വരുന്ന ആൾക്കാരുണ്ട്, രണ്ട് സൈഡിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ യൂണിലാറ്ററലായിരിക്കും, ഒരു സൈഡിലായിരിക്കും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറങ്ങാതിരിക്കുക, ചിലപ്പോൾ കൂടുതൽ ഉറങ്ങിയാലും വരും. ചെറിയ കാര്യങ്ങൾ ലൈക്ക് എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് യൂഷ്വലി മുടി ഒന്ന് ടൈറ്റ് ആയിട്ട് കെട്ടിയാല് പിന്നെ പീരിയഡ്സിന്റെ സമയത്തൊക്കെ എനിക്ക് ട്രിഗർ ആയിരുന്നു. പിന്നെ ഈ കുറച്ച് ടെൻഷൻ അടിച്ചാല് ട്രിഗർ ആവും. പിന്നെ അതേപോലെ തന്നെ കുറെ ലൈറ്റ് സൺലൈറ്റിലേക്ക് ഇറങ്ങാം. പിന്നെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന സ്റ്റെപ്പ് കയറുമ്പോ അങ്ങനെയൊക്കെ കൂടുമായിരുന്നു. പിന്നെ കുറെ സൗണ്ട് ഒച്ചത്തിൽ കേട്ടാല്, ടിവിയുടെ സൗണ്ട് കുറച്ച് കൂടുതലാണെങ്കിൽ ആരെങ്കിലും അവർക്ക് സംസാരിച്ചാലൊക്കെ ഇഷ്യൂ ആയിരുന്നു. അതൊക്കെയാണ് ബേസിക്കലി ട്രിഗർ ചെയ്യാനുള്ള കാരണങ്ങൾ മൈഗ്രെയിൻ. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. അപ്പം ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് അതിനൊന്ന് ഒഴിവാക്കണം നമ്മൾ. പിന്നെ അതുപോലെ ചില ഫുഡ് ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ കോഫി, ടീ, നട്ട്സ്, ഈ ചീസി ആയിട്ടുള്ള ഐറ്റംസ്. നമ്മുടെ മൈഗ്രെയിൻ ഹെഡേക്സ് യൂഷ്വലി ഒരു 4 to 72 hours വരെ ലാസ്റ്റ് ചെയ്യും. പിന്നെ അതൊരു ട്രോബിങ് ടൈപ്പ് ആയിരിക്കും, എന്ന് വെച്ചാൽ തുടിക്കണ പോലെ ആയിരിക്കും പെയിൻ. ചില സമയത്ത് മൈഗ്രെയിൻ വരുമ്പോൾ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും. ഈ മൈഗ്രെയിൻ വരുന്നതിന് മുന്നേ നമ്മൾക്ക് കണ്ണിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പാട പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ നക്ഷത്രങ്ങളോ ഒക്കെ കാണാൻ പറ്റും. അതാണ് മൈഗ്രെയിൻ വിത്ത് ഓറ. ഇനി അതില്ലാതെയും വിത്തൗട്ട് ഓറയുണ്ട്. പിന്നെ ഈ ചിലപ്പോൾ തലവേദന ഇല്ലാതെ നമ്മുടെ തലകറക്കം മാത്രമായിട്ടൊരു മൈഗ്രെയിൻ ഉണ്ട്. അതാണ് വെസ്റ്റിബുലർ മൈഗ്രെയിൻസ്. എല്ലാവരും മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ തലവേദന അങ്ങനെയാണല്ലോ അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതല്ലാതെയും മൈഗ്രെയിൻ ഉണ്ട്. സോ മൈഗ്രെയിൻസ് ലൈക്ക് കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മൈഗ്രെയിൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കണ്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടോ എന്ന് കൺഫേം ചെയ്ത് ഏത് ടൈപ്പ് മൈഗ്രെയിൻ ആണെന്ന് നോക്കി നിങ്ങളുടെ ഹിസ്റ്ററി ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയ ഡ്രഗ്സ് അവർ തരും. ആൻഡ് ഡ്രഗ്സ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ സ്വന്തമായി ട്രീറ്റ് ചെയ്യാതെ കുറെ പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉപയോഗിച്ചാലും ഇത് ട്രിഗർ ആവും കേട്ടോ. സോ അങ്ങനെ മൈഗ്രെയിൻ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ചെന്ന് കാണാം, ENT ഡോക്ടറെ കാണാം ആൻഡ് ട്രീറ്റ് യുവർ മൈഗ്രെയിൻ ആവും. താങ്ക് യു, ബൈ.